5 വർഷം കഴിഞ്ഞ് ഈ ഭരണസമിതി ഭരണം പൂർത്തിയാക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീടും വസ്തുവുമില്ലാത്ത ഒരാളും ഉണ്ടാവുകയില്ല, എല്ലാവർക്കും വീട് കൊടുക്കാനുള്ള നടപടികളുമായി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, പലരും ഞങ്ങളോട് ചോദിച്ചു, ഇത് ഒരു തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കുന്ന വോട്ട് കിട്ടാൻ പ്രഖ്യാപിക്കുന്ന ഒരു മുദ്രാവാക്യമാണോ? എങ്ങനെയാണ് ഈ കോർപ്പറേഷനിലെ വീടില്ലാത്ത എല്ലാവർക്കും വീട് കൊടുക്കാൻ ഒരു കോർപ്പറേഷൻ ഭരണസമിതി വിചാരിച്ചാൽ സാധിക്കുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളൊരു ഏകദേശം കണക്കെടുത്തിട്ടുണ്ട്. അതായത് ഒരു വാർഡിൽ വീടില്ലാത്തവരുടെ എണ്ണം, വീടും വസ്തുവില്ലാത്തവരുടെ എണ്ണം ശരാശരി 200 ഉണ്ടാവും. അത് ഏറിയും കുറഞ്ഞും ഉണ്ടാവും. ചില വാർഡുകൾ കുറച്ച് കൂടുതലായിരിക്കും, ചില വാർഡുകൾ അത്ര ഉണ്ടാവുകയില്ല. അങ്ങനെ വന്നാൽ 100 വാർഡുകളിലും കൂടി 20,000 പേരാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. കണക്കിൽ ചെറിയ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവാം. ഈ 20,000 പേർക്കും 5 വർഷം കൊണ്ട് വീട് കൊടുക്കുക. അതിനർത്ഥം ഒരു വർഷം 4,000 പേർക്ക് വീട് കൊടുത്താൽ ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും ഈ കോർപ്പറേഷനിലെ 20,000 പേർക്കും വീട് കൊടുക്കാൻ സാധിക്കും. ഇതായിരുന്നു ഞങ്ങളുടെ മനസ്സിലുള്ള സ്വപ്നം. ഈ ഡയസിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള എല്ലാവരും പരസ്പരം ആലോചിച്ചിട്ടാണ് ഈ മുദ്രാവാക്യം ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങൾ രൂപം കൊടുത്തത്. അതിനനുസരിച്ച് നിങ്ങളൊക്കെ തന്നെ ഒരു പുതിയ ഭരണസമിതി അധികാരത്തിലെത്തി ഞങ്ങളെയൊക്കെ തന്നെ ഈ കോർപ്പറേഷന്റെ ചുമതല ഏൽപ്പിച്ചു. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് ജനങ്ങളോടൊരു വാക്ക് കൊടുത്താൽ അത് പാലിക്കാൻ സാധിക്കണം എന്നുള്ള നിലപാടാണ് ഞങ്ങളെ പഠിപ്പിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഭരണം ഏറ്റെടുത്തതിന്റെ അന്ന് രാത്രി തന്നെ ഞങ്ങൾ ആദ്യമായി ആരംഭിച്ച ചർച്ച ഈ കോർപ്പറേഷനിലെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് തല ചായ്ക്കാൻ ഒരിടം കൊടുക്കുവാൻ വേണ്ടി ഏതു തരത്തിലുള്ള പ്രവർത്തനവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. അതിനുശേഷം മേയർ എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരത്തുള്ള ഏതൊരു വ്യക്തിക്കും, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ സമീപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും മേയറെ കാണുവാനുള്ള സമയം അവിടെ ഉണ്ട്. പ്രവൃത്തി ദിവസങ്ങളിലൊക്കെ തന്നെ മറ്റ് ഔദ്യോഗിക പരിപാടികളൊന്നും ഇല്ലെങ്കിൽ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് മേയറുടെ മുറിയിലുണ്ടാകും. ആരോട് അനുവാദം ചോദിക്കേണ്ട, കാത്തു നിൽക്കേണ്ട, നിങ്ങൾക്ക് മേയറുടെ മുറിയിലേക്ക് നേരിട്ട് കടന്നു വരാമെന്ന് ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം മുതൽ 100 കണക്കിന് ആൾക്കാർ അവിടെ കാണാൻ വേണ്ടി വന്നു. പല ആവശ്യങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ടോ, സംസാരിക്കാൻ വരുന്നവരുണ്ട്, അവരുടെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് വന്നവരുണ്ട്. അതിൽ ഈ ഇരിക്കുന്ന പല മുഖങ്ങളും ഉണ്ടായിരുന്നു. സാധിക്കുമെങ്കിൽ എനിക്ക് സ്ഥലമില്ല, വീടില്ല, സഹായിക്കണം, അല്ലെങ്കിൽ എനിക്ക് സ്ഥലമുണ്ട്, വീടില്ല, കോർപ്പറേഷൻ സഹായിക്കണം എന്ന് പറഞ്ഞു വന്ന നിരവധി പേരുണ്ട്. ഒന്ന് കൈയുയർത്താമോ ആർക്കെങ്കിലും? ആയിരിക്കുന്നവരൊക്കെ തന്നെ മേയറെ കാണാൻ വേണ്ടി 3 മണിക്കും 5 മണിക്കും ഇനിയുണ്ട്, ഇനി കൈയുയർത്താൻ പറയുന്ന നിരവധി അവിടെ നിന്ന് ഉയർത്തുന്നു. ഇവരൊക്കെ തന്നെ എന്നെ കാണാൻ വേണ്ടി ഏതെങ്കിലും ഒരു ദിവസം ഒരു അപേക്ഷയും കൊണ്ട് അവിടെ വന്നവരാണ്. പലർക്കും പടി കയറാൻ, ഇവിടെ വന്നവർ തന്നെ പലരും ഊന്നുവടികളുമായിട്ടാണ് വരുന്നത്. പലർക്കും പടി കയറാൻ സാധിച്ചിട്ടില്ല. ഞാൻ താഴെ ഇറങ്ങി വന്ന് കണ്ടിട്ടുണ്ട്. അന്ന് നിങ്ങളെയൊക്കെ കണ്ടിട്ട് ഞാൻ AC കാറിൽ കയറി പുറത്തേക്ക് വീട്ടിൽ പോവുകയായിരുന്നില്ല. അന്ന് നിങ്ങളെയൊക്കെ കണ്ടതിന് ശേഷം രാത്രികാലങ്ങളിൽ ഡെപ്യൂട്ടി മേയറുമായിട്ടും മറ്റുള്ള എന്റെ സഹപ്രവർത്തകരുമായിട്ടും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുമായിട്ടും കോർപ്പറേഷന്റെ സെക്രട്ടറിയുമായിട്ടും ഓരോ ദിവസവും ജനങ്ങൾ മേയറോട് പറഞ്ഞ ആവശ്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും. രാത്രി 11 മണി 12 മണി വരെ ഞങ്ങൾ ചർച്ച ചെയ്യും. അതിനുശേഷം ഈ പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കി ജനങ്ങളുടെ അടുത്ത് എത്തിക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനയും അതിനെക്കുറിച്ചുള്ള ഗവേഷണവുമായിരുന്നു കഴിഞ്ഞ 60 ദിവസവും നടത്തിക്കൊണ്ടിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, പ്രധാനമന്ത്രി ആവാസ് യോജന എന്നൊരു പദ്ധതി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ശേഷം പ്രഖ്യാപിച്ചു. നരേന്ദ്രമോദിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരു ചായ വിൽപ്പനക്കാരന്റെ മകനായിട്ട് ജനിച്ചിട്ട് പട്ടിണി കിടന്നുള്ള അനുഭവമുള്ള നരേന്ദ്രമോദി, അദ്ദേഹത്തിന്റെ അമ്മ ഈ ഇരിക്കുന്ന പലരെയും പോലെ തൊട്ടടുത്തുള്ള വീടുകളിൽ വീട്ടുജോലിക്ക് പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പണവും അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണവും അവിടെ നിന്ന് കിട്ടുന്ന വസ്ത്രവും കൊണ്ടുവന്നാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മക്കളെ വളർത്തി വലുതാക്കിയെടുത്തത്. ആ വേദന അറിഞ്ഞിട്ടുള്ള ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ടെടുത്ത തീരുമാനങ്ങളിലൊന്ന് ഈ രാജ്യത്തെ സാധാരണക്കാരുടെ കണ്ണീരൊപ്പുവാൻ വേണ്ടി അഴിമതിയില്ലാത്ത ഒരു ഭരണം കാഴ്ചവെക്കണമെന്നുള്ളതായിരുന്നു ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി എടുത്ത തീരുമാനം. ആ നരേന്ദ്രമോദിയുടെ ഭരണത്തെ മാതൃകയായിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അന്വേഷിച്ചപ്പോഴേക്കും ഒരു കാര്യം ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം നിങ്ങൾക്കൊക്കെ തന്നെ വസ്തുവുണ്ട്, നിങ്ങൾക്കൊക്കെ തന്നെ സ്ഥലം കിട്ടിയിട്ടുണ്ട്, വീട് കിട്ടുന്നില്ല. ഞങ്ങൾ അന്വേഷിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വീട് വയ്ക്കാൻ സാധിക്കാത്തത്. അപ്പോഴാണ് മനസ്സിലായത്, PMAY പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കിട്ടണമെങ്കിൽ സംസ്ഥാന സർക്കാർ ഒരു കരാറിൽ ഒപ്പുവയ്ക്കണം. സ്വാഭാവികമല്ലേ? കേന്ദ്ര സർക്കാർ ഇപ്പൊ നിങ്ങൾക്ക് കോർപ്പറേഷൻ പണം തരണമെങ്കിൽ നിങ്ങളൊരു കരാറിൽ ഒപ്പുവയ്ക്കേണ്ടേ കോർപ്പറേഷനുമായിട്ട്? അപ്പോൾ കോർപ്പറേഷൻ പറയുന്ന മാനദണ്ഡങ്ങൾ അംഗീകരിക്കണം.
സ്വാഭാവികമായിട്ടും പണം വരുമ്പോൾ അങ്ങനെ സാധിക്കുകയുള്ളൂ. അപ്പോൾ പാർലമെന്റിൽ പാസാക്കിയ നിയമം അനുസരിച്ച് നിങ്ങൾ ഒരു കരാറിൽ ഒപ്പുവയ്ക്കണം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പുവെച്ചു, കേരളം ഒപ്പുവെച്ചില്ല. എന്താണ് അതിൽ? ഇപ്പൊ KSRTC അതിനൊരു ചിഹ്നമുണ്ട് ഇല്ലേ, ഒരു അടയാളമില്ലേ, ആന നിൽക്കുന്ന ഒരു അടയാളമില്ലേ? സംസ്ഥാന സർക്കാരിന്റെ അടയാളമില്ലേ? തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു എംബ്ലം ഉണ്ട്. അതുപോലെ തന്നെ ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു എംബ്ലം ഉണ്ട്. ആ എംബ്ലം ഞങ്ങൾ വയ്ക്കുകയില്ല എന്നുള്ള ഒരു പിടിവാശി കാരണം സംസ്ഥാന സർക്കാർ ആ കരാറിൽ ഒപ്പുവെച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ തരാനുള്ള പണം കേന്ദ്ര സർക്കാരിന്റെ ഷെയർ കേന്ദ്ര സർക്കാരിന്റെ ഖജനാവിലുണ്ട്. സംസ്ഥാന സർക്കാരിന് തരാനുള്ള പണം ഞാനും നിങ്ങളും നികുതി കൊടുക്കുന്ന പണം സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന് നിങ്ങൾക്ക് തരുവാനുള്ള ഷെയർ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഖജനാവിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ വസ്തുവുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു തീരുമാനമെടുക്കുവാൻ 6-7 വർഷം ഒരു സർക്കാർ അവരുടേതായ കാരണം കൊണ്ട് ആ തീരുമാനമെടുക്കാൻ വൈകുമ്പോൾ ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരൻ കടത്തിണ്ണയിൽ ഉറങ്ങേണ്ടി വരുന്ന സാഹചര്യം വരുന്നു. അവനവന്റെ പ്രായപൂർത്തിയായ കുട്ടികളെ ഉൾപ്പെടെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാത്രി കാലഘട്ടങ്ങളിൽ കടത്തിണ്ണയിൽ ഉറങ്ങേണ്ട ഒരു സാഹചര്യം വരുന്നു. ഞങ്ങൾ BJP നേതൃത്വം കൊടുക്കുന്ന, നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന കോർപ്പറേഷന്റെ ഒരു ഭരണസമിതിക്ക് അത് കണ്ടുകൊണ്ടൊരു ദിവസം പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് വീട് എന്നുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക. ഞങ്ങളോട് പലരും ചോദിച്ചു എങ്ങനെ പണം കൊടുക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, പണം ഞങ്ങൾ തരുമെന്ന് പറഞ്ഞാൽ തരാനുള്ള മാർഗം കണ്ടുവച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ തരേണ്ട വിഹിതം ഞങ്ങളുടെ അക്കൗണ്ടിലുണ്ട്. ബാക്കിയുള്ള പണം വിവിധ ഘടകങ്ങളിൽ നിന്നും ശേഖരിച്ച് ഞങ്ങൾ കൊണ്ടുവരും. പലരും ചോദിച്ചു, പ്രധാനമന്ത്രിയെ കാണാൻ നിങ്ങളൊക്കെ ഡൽഹിയിലേക്ക് പോയി, എന്താ കിട്ടിയത്? ഞാൻ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ നിങ്ങളോട് അഭിമാനത്തോടെ പറയട്ടെ, ഞങ്ങളൊക്കെ തന്നെ ട്രെയിനിൽ കയറി ഡൽഹിയിൽ പോയി 5-6 ദിവസം അവിടെ നടന്ന പ്രധാനമന്ത്രിയെയും വിവിധ കേന്ദ്രമന്ത്രിമാരെയും കണ്ടത് നിങ്ങൾക്കൊക്കെ തന്നെ വീട് വച്ചു തരുവാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പണം